പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം നൽകുന്ന സന്ദേശം എന്താണ്? ഇതിലൂടെ ഭീകരർ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ ആ കാര്യം ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഭീകരാക്രമണത്തിന് മറ്റൊരു ആക്രമണവുമായി ഒരു സാമ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആരും നെറ്റിച്ചുളിക്കേണ്ട. ഏതാണ്ട് 2 വർഷം മുമ്പ് ഇസ്രായേലിൽ ഒരു സംഗീത നിശയിൽ ഹമാസ് നടത്തിയ ആക്രമണവും ഇതുപോലെ ആയിരുന്നില്ലേ? അതായത് അന്ന് അവിടെ ഒരു നോവ ഫെസ്റ്റ്, ഒരു സംഗീത ഉത്സവം, സംഗീത നിശ എന്ന് നമുക്ക് പറയാം, അങ്ങനൊരു കാര്യം സംഘടിപ്പിച്ചു ഇസ്രായേലിൽ. അതിൽ ഏതാണ്ട് 1000-ലധികം ആൾക്കാർ പങ്കെടുത്തു. ഏതാണ്ട് 2000-നടുത്ത് ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ശരി, 1000-ലധികം ആൾക്കാർ ഇസ്രായേലികൾ അതിൽ പങ്കെടുത്തു. സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും വൃദ്ധരും ഒക്കെ അടങ്ങുന്ന ഇസ്രായേലികളാണ് അതിൽ പങ്കെടുത്തത്. അവിടെയാണ് ഹമാസ് അപ്രതീക്ഷിതമായി ഒരു ആക്രമണം നടത്തിയത്. അതുപോലെയല്ലേ പഹൽഗാമിൽ നടന്നിരിക്കുന്നത്? ഒഴിവുകാലം, അവധിക്കാലം ആസ്വദിക്കാനെത്തിയ ഒരു കൂട്ടം മനുഷ്യരെ വെടിയുണ്ടക്കിരയാക്കുകയല്ലേ ഈ ഭീകരർ ചെയ്തിരിക്കുന്നത്? അവിടെ ഹമാസ് ആണെങ്കിൽ ഇവിടെ അത് ലഷ്കർ ഇ തോയ്ബയാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ലഷ്കർ ഇ തോയ്ബ നടത്തിയ ഈ ആക്രമണം അത് ഏതാണ്ട് 100-ലധികം റൗണ്ട് വെടിവെച്ചു എന്നാണ്. എങ്ങനെയാണ് വെടിവെച്ചത്? അവർ ആദ്യം ജനങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ആ വന്ന വിനോദസഞ്ചാരികളെ രണ്ടായിട്ട് തിരിക്കുന്നു. അതിൽ നിന്ന് മുസ്ലിങ്ങളെ എല്ലാവരെയും ഒഴിവാക്കുന്നു. തദ്ദേശീയരായ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, അവരെ എല്ലാം ഒഴിവാക്കുന്നു. എന്നിട്ട് വളരെ കൃത്യമായിട്ട് ഈ ഹിന്ദുക്കളെ മാത്രം, അമുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് നോക്കുന്നു, അവരുടെ പേര് ചോദിക്കുന്നു, തുടർന്ന് അവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് നേരെ നിറയൊഴിക്കുന്നു. പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. വളരെ നിഷ്ഠൂരമായ, വളരെ നികൃഷ്ടവും നിന്ദ്യവും നീചവുമായ ആക്രമണം. ഇത് തന്നെയാണ് ഹമാസ് ഇസ്രയേലിനോട് ചെയ്തത്, ഇസ്രയേലുകാരോട് ചെയ്തത്. ഒരു സംഗീത നിശ, ഒരു സംഗീത പരിപാടി ആസ്വദിക്കാനെത്തിയ, അവധിക്കാലം ചെലവഴിക്കാനെത്തിയ 1000-ലധികം ആൾക്കാരിൽ കുറേ പേരെ അവർ തട്ടിക്കൊണ്ടുപോകുന്നു, കുറേ ആക്രമിക്കുന്നു, കുറേ പേരെ തട്ടിക്കൊണ്ടുപോകുന്നു, കുറേ പേരെ കൊല്ലുന്നു. എന്തൊരു ഭീകരമായ അവസ്ഥയാണിത്. ഇത് തികച്ചും ഈ സാമ്യം വെറുതെയല്ല. ഇത് വളരെ ആസൂത്രിതമായ ഈ ഭീകര സംഘടനകളുടെ ഒരു പ്രവർത്തന രീതിയാണ്. ഇത് നമ്മൾ ചെറുതായിട്ടല്ല കാണേണ്ടത്. ഈ ഇസ്രയേലിൽ ഈ ആക്രമണം നടക്കുമ്പോൾ മറ്റൊരു സംഗതി കൂടി അവിടെ അരങ്ങേറി. നമ്മളൊന്ന് ആലോചിക്കണം. അന്ന് ഇസ്രയേൽ ഗവൺമെൻറ് സൗദി രാജാവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടാൻ, അത് ഒപ്പിടാൻ പോവുകയായിരുന്നു. അതായത് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ആ ഒരു കരാറിൽ ഏർപ്പെടാൻ, അല്ലെങ്കിൽ കുറച്ച് കരാറുകളിൽ ഏർപ്പെടാൻ, സഹകരണം ഉറപ്പാക്കാൻ ഇസ്രയേലും സൗദിയും തമ്മിൽ തീരുമാനിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ കരാർ ഒപ്പിടാനിരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഇസ്രയേലിൽ ഹമാസ് ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയുമായിട്ട് വലിയ സഹകരണവും നമ്മുടെ സഹായവും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചില കരാറുകളിൽ ഒപ്പിടാനായിട്ട് അദ്ദേഹം ചർച്ച നടത്താനായിട്ടും അതിനെ തുടർന്ന് കരാറുകളിൽ ഒപ്പിടാനുമായിട്ട് അദ്ദേഹം സൗദി അറേബ്യയിൽ ചെന്നു. ആ സൗദി അറേബ്യയിൽ അദ്ദേഹം ചെല്ലുന്ന ആ ദിവസം തന്നെ വൈകിട്ട് ഇവിടെ ലഷ്കർ ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ആക്രമണം നമ്മുടെ ഈ സിവിലിയന്മാർക്ക് നേരെ, നമ്മുടെ പൗരന്മാർക്ക് നേരെ നടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രയേലി പൗരന്മാരും ഇന്ത്യൻ പൗരന്മാരും ഒരുപോലെയല്ലേ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്? ഇത് രണ്ടും പൗരന്മാർക്ക് നേരെയുള്ള പൗരാവകാശ ധ്വംസനമല്ലേ, പൗരന്മാർക്ക് നേരെയുള്ള ആക്രമണമല്ലേ നടന്നിരിക്കുന്നത്? ഇക്കാര്യത്തിൽ സമാനതകൾ ഇനിയുമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് കരാർ ഒപ്പിടാൻ തീരുമാനിച്ച് അതിൻ്റെ ചർച്ചകൾക്കായി സൗദി അറേബ്യയിലെത്തി. അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ അതിൻ്റെ തലേ ദിവസം ഇന്ത്യയിലേക്ക് വന്നതാരാണ്? അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസാണ്. അമേരിക്കയുമായിട്ട് കരാർ, ചില കാര്യങ്ങളിൽ വ്യാപാര രംഗത്തടക്കം ചില കരാറുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചർച്ചകൾക്ക്, അതിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകൾക്കാണ് അദ്ദേഹം ഇവിടെ വന്നത്.
അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയ അത്താഴ വിരുന്നിൽ പങ്കെടുത്തു, പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. അദ്ദേഹവും കുടുംബവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് എത്ര ഊഷ്മളമായ ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നതെന്ന് നമ്മൾ നേരിൽ കണ്ടതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ലോകമെങ്ങും പ്രചരിച്ചു, വൈറലായി. തുടർന്നാണ് അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വിദേശകാര്യമന്ത്രിയെയും അതുപോലെ ആഭ്യന്തരമന്ത്രിയെയും മന്ത്രിസഭയിലെ തൻ്റെ മറ്റംഗങ്ങളെയും ഒക്കെ ഈ അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റുമായിട്ട് ചർച്ച നടത്താനും കരാറുകൾക്ക് രൂപം നൽകാനും ഒക്കെ ചുമതല ഏൽപ്പിച്ച ശേഷം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കരാറുകളിൽ ഒപ്പിടാനുമായിട്ട് സൗദി അറേബ്യയിലേക്ക് പോയത്. ഈ സാഹചര്യത്തിലാണ് ഈ ആക്രമണവും നടന്നിരിക്കുന്നത്. ഇസ്രയേലിൽ എന്ത് സംഭവിച്ചോ അത് തന്നെ നമ്മുടെ കാശ്മീരിലും പഹൽഗാമിലും ആവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. ഇത് തിരിച്ചറിയാൻ നമ്മൾ ഇനിയും വൈകിക്കൂടാ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ആക്രമണത്തിന് പുറകിൽ നമ്മുടെ സൈന്യത്തിനും നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കും രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഇതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സൈന്യവും കുറ്റമറ്റ പിഴവില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സൈന്യമാണ് നമ്മുടേത്. അല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഒരു വർഷം 1000-ലധികം ആക്രമണ ശ്രമങ്ങൾ, പരിശ്രമങ്ങൾ ഒക്കെ നടക്കുമ്പോൾ 1ഓ 2ഓ ആണ് വിജയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. 2018-ഉം 2024-ഉം തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വലിയ തോതിൽ ഭീകരാക്രമണം കുറഞ്ഞു. കാശ്മീരിൽ വലിയ തോതിൽ സുരക്ഷാ സൈനികർ വീരമൃത്യു വരിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു കാശ്മീരിൽ. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അത്തരത്തിൽ നമുക്ക് കുറ്റമറ്റ രീതിയിൽ നമ്മുടെ സൈന്യത്തിനും രഹസ്യാന്വേഷണ വിഭാഗത്തിനുമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കുറേ കൂടെ ജാഗ്രത പാലിക്കണമായിരുന്നു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, ഈ ഇന്ത്യ അമേരിക്കയുമായിട്ടും ഇന്ത്യ സൗദി അറേബ്യയുമായിട്ടും ഒക്കെ കൂടുതൽ സഹകരിക്കുന്നു, കൂടുതൽ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നു, മറ്റ് സഹായ സഹകരണങ്ങൾ നൽകുന്നു. സൗദി അറേബ്യയുടെ സൈന്യത്തെ പരിശീലിപ്പിക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് ചുമതല ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയാണ് ഇനി അവരുടെ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതും ഒരു മികവുറ്റ ഒരു സൈനിക നിരയെ അവിടെ വാർത്തെടുക്കാൻ പരിശ്രമിക്കുന്നതും ഇപ്പോൾ ഇന്ത്യയാണ്. അതിനുള്ള കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞു, അതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിയണം, ഇതിലേറ്റവും കൂടുതൽ അസൂയ പൂണ്ട്, ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ വിറളി പിടിച്ച് ഇത് വൈകാരികമായി ഇതിനെ നേരിടാൻ തയ്യാറായി വരുന്നത് ആരായിരിക്കും? നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടയൽപക്കത്ത് കിടക്കുന്ന പടിഞ്ഞാറൻ അയൽപക്കത്തും അതുപോലെ തന്നെ കിഴക്കൻ അയൽപക്കത്തും കിടക്കുന്ന 2 രാജ്യങ്ങൾ നമുക്ക് ഇന്ന് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്കറിയാം. പടിഞ്ഞാറ് പാകിസ്ഥാനും കിഴക്ക് ബംഗ്ലാദേശും. ഈ സാഹചര്യത്തിൽ നമ്മൾ അതീവ ജാഗ്രതയോടെ പെരുമാറേണ്ടതല്ലേ? മറ്റൊരു ചോദ്യം, കാശ്മീരിൽ ജനാധിപത്യം മടങ്ങി വന്നിരിക്കുന്നു. ഈ ജനാധിപത്യത്തിൻ്റെ മടങ്ങി വരവിനെ നശിപ്പിക്കാൻ, അതിനെ ധ്വംസിക്കാൻ ഉള്ള ഒരു പരിശ്രമം കൂടി ഇതിൻ്റെ പുറകിലുണ്ടോ? അതും അന്വേഷണ വിധേയമാക്കേണ്ട വിഷയമല്ലേ? അതുപോലെ തന്നെ ഈ കാശ്മീർ പോലീസിൽ പണ്ട് മുതലേ ഉള്ള ഒരു ആക്ഷേപം ഈ ഭീകരരെ സഹായിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടെന്നാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നിരവധി കാശ്മീർ പോലീസിലെ ഉദ്യോഗസ്ഥരെ, മികച്ച രാജ്യസ്നേഹികളായ പോലീസുകാരെ, ദേശസ്നേഹികളായ പോലീസുകാരെ ഭീകരർ തോക്കിനിരയാക്കിയത് നമുക്കറിയാം. അവരുടെ വീരമൃത്യു വെറുതെ അല്ല, അതിനൊക്കെ ശക്തമായ തിരിച്ചടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും കാശ്മീർ പോലീസിൽ അങ്ങനൊരു ഈ പാക് സ്നേഹം അല്ലെങ്കിൽ ഈ ഭീകര സ്നേഹം ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു ചെറിയ വിഭാഗം ഉദ്യോഗസ്ഥരെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉത്തരം പറയേണ്ടതാണ്. എന്തായാലും ഈ കാശ്മീരിൽ നടന്ന ഈ ദാരുണമായ ഈ കൂട്ടക്കൊല, ഈ ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ, അതും ഒരു വിഭാഗത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് നേരെ 100 റൗണ്ടോളം വെടിയുതിർക്കുക, ഇത് നിസ്സാരമായി കാണാവുന്ന കാര്യമല്ല. എന്തായാലും നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം തേടുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിയേ മതിയാവുള്ളൂ. നമുക്ക് കാത്തിരിക്കാം.